നമുക്ക് ബോട്ടും യൂസ് ചെയ്ത് നാട്ടിലേക്ക് പൈസ അയച്ചാലോ? അതിനായിട്ട് ബോട്ടും ആദ്യം ഓപ്പൺ ചെയ്യൂ. നമ്മൾ കോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം ബോട്ടും തന്നെ ഉണ്ടോ? ബോട്ടും എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ലോഗോ കാണാം. അതിന് സെൻട്രലായിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മേലെ ഒരുപാട് കുറേ ഇത് കാണാം. അതിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ മേക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് റൈറ്റ് ടോപ്പിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ടോപ്പിൽ നമുക്ക് നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മാനേജ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. അതെടുത്ത് കഴിയുമ്പോൾ അതിൽ റൈറ്റ് ടോപ്പിൽ തന്നെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഞാനിപ്പോൾ 1-2 ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്ക് ആഡ് ചെയ്യാനാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് ടോപ്പിൽ ബെനിഫിഷ്യറി കൺട്രി എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പം നമ്മൾ ഏത് കൺട്രിയാണോ അയക്കുന്നത്, നമ്മൾ ഇന്ത്യയിലേക്കാണ് അയക്കുന്നത്, അപ്പോൾ ഇന്ത്യ INR എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം അതിൽ 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. UPI ട്രാൻസ്ഫർ ആണോ, ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ക്യാഷ് പിക്കപ്പ് ആണോ എന്നുള്ളത്. നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ വരും. നമ്മുടെ റിലേഷൻഷിപ്പ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ, പിന്നെ നാട്ടിലെ ഒരു നമ്പർ കൊടുക്കണം, പിന്നെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്. ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാറില്ലെങ്കിൽ അതിന് ടോപ്പിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് മൊത്തം കൊടുക്കാനുള്ളത്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളത് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ബെനിഫിഷ്യറി ആഡായി. അപ്പോൾ അത് നമ്മൾ പ്രീവിയസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ താഴെ ബെനിഫിഷ്യറി ആഡായി കിടക്കുന്നുണ്ടാവും, കണ്ടല്ലേ. പിന്നെ നമുക്ക് മേലെ ഇപ്പോൾ AD ആണെങ്കിൽ AD to INR. ഇപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന്, ഗൾഫിൽ നിന്നാണ് അയക്കുന്നത് വെച്ചാൽ അതിൽ AD എന്ന് കാണിക്കും. അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്നും കാണിച്ചിട്ടുണ്ട്, 23.5. ഫസ്റ്റ് ടൈമാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് വെച്ചാൽ അതിന് ഈ 8 ദിറം ഫീ ഉണ്ടായിരിക്കില്ല കേട്ടോ. 8 ദിറം ഫീയിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ഫ്രീ ആയിരിക്കും, 0 ആണ് അതിൻ്റെ സർവീസ് ചാർജ് വരിക. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ചെയ്തുകൊണ്ട് 8 ദിറംസ് ആണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. 15 ദിറംസ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരും എക്സ്ചേഞ്ചിലൊക്കെ. നമ്മൾ നേരെ പോയി കഴിയുമ്പോൾ സെൻഡ് മണി എന്ന് കൊടുത്തു കഴിയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കും, കുഴപ്പമില്ല. ഒരു സാലറി, പിന്നെ അതിൻ്റെ എന്താണ് പർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. പേഴ്സണൽ നീഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം നമുക്ക്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ത്രൂ ആണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ നമുക്ക് ബോട്ടിമിലേക്ക് ഡയറക്റ്റ് പൈസ ട്രാൻസ്ഫർ ഇട്ട് ചെയ്യാം. നമുക്ക് ഇപ്പം ATM കാർഡ്, അതായത് ഡെബിറ്റ് കാർഡ്, നമുക്ക് ആ കാർഡ് നമ്പർ CVV അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി അറ്റാച്ച് ആയി ഉണ്ടാവും. അത് ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ബോട്ടിം എല്ലാവരുടെയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ബോട്ടിം വെച്ച് പറഞ്ഞത്. മണി പോലുള്ള വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് മണി നാട്ടിലേക്ക് അയക്കാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.